ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ദി UK എന്ന് പറയുന്ന ടെസ്റ്റിനെ പറ്റിയാണ്. ലൈഫ് ഇൻ ദി UK എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ UK വന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോഴാണ് PR കിട്ടുന്നത് അല്ലേ. അപ്പോൾ PR കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് നിർബന്ധമായിട്ടും പാസ്സാവണം. അപ്പോൾ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്താണ്? ഈ ടെസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ടെസ്റ്റാണ്. 45 മിനിറ്റാണ് ഈ ടെസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. 24 ചോദ്യങ്ങളുണ്ടാവും. 24 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ എഴുതണം. പ്രധാനമായിട്ടും UK ട്രഡീഷൻസും കസ്റ്റംസിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് government.co.uk എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ബുക്കും മറ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ലിങ്കും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് UK ഏകദേശം 30 ടെസ്റ്റ് സെൻറ്ററുകളാണുള്ളത്. അപ്പോൾ ടെസ്റ്റ് സെൻറ്ററിൽ മിനിമം നിങ്ങൾ 3 ദിവസം അഡ്വാൻസ് ആയിട്ട് ടെസ്റ്റ് ബുക്ക് ചെയ്യണം. 50 പൗണ്ടാണ് അതിൻ്റെ ഫീസ്. അപ്പോൾ പക്ഷേ നമുക്ക് വിചാരിച്ച സ്ഥലത്തൊക്കെ ടെസ്റ്റ് ഡേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ വെച്ച് ഇങ്ങനെ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, കുറേ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. പക്ഷെ നേരെ മറിച്ച് ചില ആളുകൾക്ക് ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പേര് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് നേരത്തെ മുമ്പേ പഠിച്ചു തുടങ്ങണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നും, എങ്കിലും ചിലപ്പോൾ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഈ എക്സാം എഴുതായിട്ട്. അപ്പോൾ എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതോടെ പിന്നെ നമ്മൾ PR കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ എയിമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ബുക്ക് വാങ്ങിച്ചത്. വളരെ ഒരു 2024 ഒരു 3rd എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണിത്. ഈ ബുക്കിനകത്ത് ഇത് കണ്ട ഓരോ നല്ല ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു കഥ പോലെ നമുക്കിത് വായിക്കാം. ആക്ച്വലി എനിക്കിത് നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ മറ്റേ പ്രാക്ടിക്കൽ ടെസ്റ്റ് കാര്യങ്ങളും അതിൽ പ്രാക്ടീസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു ഓർമ്മിക്കാനും മറക്കാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ വഴിയായിരിക്കും ഇഷ്ടപ്പെടുക. എന്തായാലും നിങ്ങൾ നോക്കിയിട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത്, വലിയ പൈസയൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഈ ബുക്കൊക്കെ വായിച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, രസമല്ലേ ഒരു വായിക്കാൻ. ചുമ്മാ 1, 2, 3, 4, 5 എന്ന് പഠിക്കുന്നതിന് പകരം, അതായത് നമ്മളിങ്ങനെ ബുക്ക് വായിച്ചുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു. അതിന് പകരം നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ് മാത്രം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 1 കഴിഞ്ഞ് ചിലപ്പോൾ 5ാമത്തെ ആയിരിക്കും വായിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കും, 7 ആയിരിക്കും. പക്ഷേ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനോ ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണമെങ്കിൽ ഈ ബുക്ക് വാങ്ങിച്ചോ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒൺലി ദ ഒഫീഷ്യൽ ഹാൻഡ് ബുക്ക് ഫോർ ദി ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്, എവറിത്തിങ് യു നീഡ് ടു നോ ടു പാസ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്ക് കവറൊക്കെ കാണിച്ചിരിക്കുന്നത്. ദി പ്രോസസ് ഓഫ് ബിക്കമിങ് എ സിറ്റിസൺ ഓർ പെർമനൻറ്റ് റെസിഡൻസ്, ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി UK, ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഫ്രം അറൗണ്ട് ദി UK, അങ്ങനെ സോ മെനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ.